പിടിച്ചോ. അപ്പുറത്താണ് പോണത്. ചാടി കടിയണ പാറവള സ്മാഷ്. അവിടെ അവിടെ കളിക്കുമ്പോൾ ഇവിടെ അടിക്കാൻ പറ്റുമോ? റെഡി? അച്ഛാ, അച്ഛന്റെ പുന്നാര മോള് ഇതാ വരുന്നുണ്ടേ. എക്സാമിന് മിക്കവാറും തോറ്റു എന്നാ തോന്നുന്നത്. മുഖം ഇരിക്കണ നോക്കിയേ. വിഷമിച്ചു വരുന്നു. എന്ത് മോളെ? അതെ, എന്റെ കൂട്ടുകാരി അമ്മു ഇല്ലേ? അമ്മുവോ? മറ്റേ ശ്രീകൃഷ്ണ ജയന്തിക്കാന്ന് വന്നത്. അമ്മുവിന്റെ അമ്മ മരിച്ചുപോയി. അയ്യോ, എങ്ങനെ? അത് അവളുടെ അച്ഛൻ വെള്ളം അടിച്ചിട്ട് വന്ന് വീട്ടില് ഭയങ്കര വഴക്കായിരുന്നു ഇന്നലെ. ആ വഴക്കിനിടെ ആന്റിയെ പിടിച്ച് തള്ളി ആ ചുമരില് കയറി തലയിടിച്ചു. അല്ലപ്പോ ഈ നാട്ടുകാരും കേട്ടില്ലേ മോളെ ഈ വഴക്ക്? അത് എന്നും ഓരോ വീട്ടില് വഴക്കാണ് മാമ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ച ആരും വന്നില്ല. അവളുടെ അമ്മ ഭയങ്കര പാവമായിരുന്നു മാമ. ചില ആണുങ്ങൾ അങ്ങനെ മോളെ, ഭാര്യമാരെ അവര് ചെണ്ടയെ പോലെ ആകരുത്. മദ്യപാനമാണ് മാമ എല്ലാത്തിനും കാരണം. അവൾ ഇടയ്ക്കിടയ്ക്ക് പറയേ അച്ഛൻ വെള്ളം അടിക്കാത്ത സമയത്ത് ഭയങ്കര സ്നേഹമാണ് അവളടുത്തുനിന്ന്. അല്ലെങ്കിൽ മദ്യം ഉള്ളിൽ ചെന്നാ മനുഷ്യ മൃഗം ആവുമല്ലോ. അല്ല പിന്നെ എല്ലാവരും ഒന്നും അങ്ങനെയല്ല മോളെ. അതായത് എന്റെ അഭിപ്രായത്തില് നമ്മൾ മദ്യത്തെ കുടിക്കാനേ പാടുള്ളൂ, അല്ലാതെ മദ്യത്തിന് നമ്മളെ കുടിക്കാൻ അനുവദിക്കരുത്. നല്ല ബെസ്റ്റ് ന്യായം. താങ്ക് യു. കുപ്പി തന്നെ എഴുതിയിട്ടുണ്ടല്ലോ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അത് വായിക്കായിരുന്നു. അയ്യടാ, എന്നിട്ട് എടുത്ത് കുടിക്കുക. ഒന്നെങ്കിൽ കുടിച്ച് എന്തെങ്കിലും അസുഖം വരുത്തി വെക്കും, അല്ലെങ്കിൽ മരിച്ചു പോകും. രണ്ടായാലും കുടുംബത്തിനല്ലേ നഷ്ടം. എന്തിനാണ് ഇങ്ങനെ കുടിക്കുന്നത്? നിന്റെ പറച്ചിലോട്ട് ആണുങ്ങൾ മാത്രം പെണ്ണുങ്ങളൊന്നും കുടിക്കൂലേ? അത് ശരിയാണ്. പക്ഷെ പണ്ട് പെണ്ണുങ്ങളൊന്നും കുടിക്കില്ലായിരുന്നു. ഇപ്പോഴും പിന്നെ ചില പെണ്ണുങ്ങളെ കുടിക്കുന്നത് കേൾക്കണുണ്ട്. അണ്ണ ഈ കുടിക്കത്തൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഞാൻ ചോദിക്കട്ടെ, കുപ്പിയിൽ എഴുതിയിട്ടുണ്ട് ആണുങ്ങൾ മാത്രമേ കുടിക്കാവൂ? അതെ, വേണമെങ്കിൽ പെണ്ണുങ്ങൾ കുടിക്കണം, ഇല്ലെങ്കിൽ കുടിക്കണ്ട. അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും അതാ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ജംഗ്ഷനിൽ പോയിട്ട് ഘോര മറ്റേ കടയും ചായയും കുടിച്ചോണ്ട് പ്രസംഗിക്കും. മറ്റേ ഇക്വാലിറ്റി, പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിൽ വേറെ ഇല്ല, മറ്റേതാണ് മറിച്ചാണ്. എന്നിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ട് പെണ്ണും വെള്ളം ആക്കി അങ്ങോട്ട് കണ്ടുവിട്ടിട്ട് എന്തിനാണ് ഇതിട്ടോണ്ടിരിക്കണത്? നീ അത് കൊടുത്ത എന്തിന്? നീ കള്ള് കുടിക്കണ എന്തിന്? കുടിക്കാതിരുന്നാ എന്ത്? അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമില്ലേ? അത് വേണമെങ്കിൽ കുടിക്കുന്നില്ലേ? ഇല്ല. അതങ്ങൾ പറഞ്ഞ ശരിയാ. എനിക്ക് എല്ലാ പെണ്ണുങ്ങളുടെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്റെ കാര്യമല്ലേ എനിക്കറിയാവുള്ളൂ. ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യം വെച്ച് ഞാൻ ഇന്നേ വരെ കുടിച്ചിട്ടില്ല, ഇനിയോട്ട് കുടിക്കാനും പോകണില്ല. മനസ്സിലായോ? എന്റെ അണ്ണനും കുടിച്ചതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അതാ അപ്പച്ചി പറഞ്ഞ ശരിയാ. ഞാൻ എന്റെ ലൈഫിൽ ഇന്ന് വരെ എന്റെ അച്ഛൻ ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യണ ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, നമ്മള് പറഞ്ഞില്ല കുടിക്കണമെന്നൊന്നും. എന്റെ അളിയാ, സത്യം പറയാലോ, എനിക്ക് എത്രയോ അവസരങ്ങൾ കിട്ടിയിരിക്കുന്നു. കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും കൂട്ടുകാരുടെ കൂടെ, അതുപോലെ ബാങ്കിൽ ഓഫീസിൽ സ്റ്റാഫ് ഫ്രീ ആയിട്ടും, പിന്നെ അല്ലാതെ ബാങ്കിൽ സ്റ്റാഫിന്റെ കൂടെയൊക്കെ ആണെങ്കിൽ പോലും. പക്ഷെ ഇന്ന് വരെ ഞാനൊന്ന് രുചിച്ചു നോക്കിയിട്ടില്ല. അറിയാമോ? എന്തോന്ന് കുടിക്കൂല. ചേട്ടാ, നമ്മള് പറഞ്ഞില്ല കുടിക്കേ. എന്റെ ചിന്നു, ഇതേ ഞങ്ങൾ അങ്ങ് സ്ഥിരം മദ്യപിച്ചുകൊണ്ട് നടക്കുന്നവരൊന്നും അല്ല. അത് ഞങ്ങളുടെ സ്ഥിരം സ്വഭാവമല്ല. വല്ല ഓണത്തിനോ സംക്രാന്തിക്കോ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ചില കഴിക്കും. അല്ലെങ്കിൽ ആഘോഷിക്കാൻ പറ്റൂല. കുടിക്കാതെ ആരും ആഘോഷിക്കുന്നില്ല. കുറെ ന്യായം വേണ്ടേ? നാളെ ന്യൂ ഇയർ. ഇന്നത്തോടെ എല്ലാ പരിപാടി അവസാനിപ്പിച്ചോ, മദ്യപാനം നിർത്തിക്കോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കല്യാണം നടക്കും, അല്ലെങ്കിൽ അത് നടക്കില്ല. കേട്ടല്ലോ? എന്നെ വിട്ടേക്ക്. അതെ, അവളെ വേറെ കാര്യമുണ്ട്. അവള് പറഞ്ഞതാ. അതെ, എന്റെ അനിയത്തിയാ, നല്ല വാശികാരി അവള്. ഒന്ന് കരുതിയിരുന്നോ? അറിയാലോ അപ്പച്ചി സ്വഭാവം. അതെ, പിങ്കി കരഞ്ഞോണ്ട് അകത്തോട്ട് കേറി പോന്ന കണ്ടപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞ സങ്കടമായി. അത് ശരി തന്നെ. യവക്ക് ഇത്രയും സങ്കടം വന്ന സ്ഥിതിക്ക് അവിടെ കൂട്ടുകാരി അമ്മൂന് എന്തുമാത്രം സങ്കടമായിരിക്കും. ഞാനൊരു തീരുമാനമെടുത്തടാ. ഈ 2022 ഞാൻ മദ്യപിക്കത്തില്ല. അണ്ണ എന്തോ പറയണത്? ഞാൻ മദ്യപാനം നിർത്തിയടാ. അയ്യേ, അല്ല, നിർത്തി. ഇതിന്റെ ആവശ്യം എന്താണ് ഇപ്പൊ? അല്ല, അത് വേണ്ടടാ, ഞാൻ നിർത്തി. അണ്ണ ചുമ്മാ അണ്ണ. ഞാൻ ചിന്നുവിന്റെ അടുത്ത് ഞാൻ ഒന്ന് പോയിട്ട് കേട്ടു. എന്താണ് ഇപ്പൊ കുഴപ്പം അറിയണമല്ലോ. അണ്ണ എന്താണ് ഈ പറയണത്? ചിന്നു, ഇവിടെ വന്ന് ഇങ്ങനെ ഇപ്പൊ ഇരിക്കുക, ഇവിടെ എന്തോ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ലേ? ഒന്നും സംഭവിച്ചില്ല. ഒന്നും ഉണ്ടായില്ലേ?
ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട മാക്സിമം ഞാൻ അനുഭവിച്ചതാണ്, അറിയാലോ. ഇനി എന്നെ കൊണ്ട് പറ്റൂല, തീർന്ന് അത് അവിടെ അവസാനിച്ചു എന്ന് തന്നെ വിചാരിച്ചോ. ഇനി ഒരാളെ അങ്ങനെ കുടിക്കുന്ന ഒരാളെ ചുമക്കാൻ എനിക്ക് പറ്റില്ല. നിന്റെ ഈ പറച്ചിലോട്ടൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിന് എല്ലാം കാരണക്കാരൻ ഞാനാണെന്ന് വിചാരിക്കുമല്ലോ. ആണ് അല്ലേ? ഞാനാ അല്ലേ? ഞാനാ ജോലി വാങ്ങാൻ പറഞ്ഞോ, ഞാൻ പുറകെ നടന്ന് പറഞ്ഞോ, കേട്ടോ? അന്നേരം കൂട്ടുകാരുടെ കൂടെ കളിച്ചു നടന്നു, ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അറിഞ്ഞ നിന്റെ ചേട്ടൻ നിന്നെ പിടിച്ച് ഉടനെ ഞാൻ കെട്ടിച്ചു വിടുവന്നു. ഞാൻ അങ്ങനെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇപ്പൊ കുടിക്കണമെങ്കിൽ അതിനൊരു കാരണക്കാരൻ നീ ഞാനാ. ആ അതുവരെ ഞാൻ കുടിക്കാന്നില്ല എന്നല്ല, എനിക്കത് ഒരാവശ്യം ഇല്ലായിരുന്നു. നീ പോയതിനു ശേഷം തന്നെ ഞാൻ കുടിക്കാനും ഇതൊക്കെ നടക്കാനും തുടങ്ങിയത്. ഇപ്പൊ ഞാൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനി കുടിക്കണ്ട. ഈ ന്യൂ ഇയറിന് കുടിച്ചിട്ടുണ്ടെങ്കിൽ ചിന്നിയുടെ പിന്നെ മറന്നേക്ക്. നിന്റെ സമ്മതം വാങ്ങിച്ചിട്ടല്ല ഞാൻ നിന്റെ പുറകെ നടന്നതും പണ്ട് കാത്തിരുന്നതും ഇപ്പൊ പുറകെ നടക്കണം ഒന്നും നിന്റെ സമ്മതം വാങ്ങിച്ചിട്ടല്ല. അപ്പൊ എനിക്ക് ഈ കാര്യത്തിൽ നിന്റെ സമ്മതം വേണ്ട. ഞാൻ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇത് നടത്തുന്ന കാര്യം ഞാൻ ആലോചിക്കാം. അത് ന്യൂ ഇയർ കഴിയിട്ട് ഇപ്പൊ ഞാനും മണിക്കൂറിനും കൂടെ പലതും പ്ലാൻ ചെയ്ത് ഞാൻ ന്യൂ ഇയറിന്റെ കാര്യം തിരിക്കണം. അപ്പൊ നീ ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ തീരുമാനിച്ചു? ഞാൻ തീരുമാനിച്ചു. എനിക്കിനി ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ലേ? ഒന്നും പറയാനില്ല. എന്നാ പറയണ്ട. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.